തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം പലതരത്തിലുള്ള ചർച്ചകളിലും അതുപോലെ തന്നെ വിശകലനത്തിലുമൊക്കെയാണ് LDF ഉള്ളത്. 4 മണിക്ക് ഗോവിന്ദ മാഷിൻ്റെ ഒരു വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അടിത്തറ ഭദ്രമാണ് എന്ന് ആവർത്തിക്കുമ്പോഴും പലതരത്തിലുള്ള ഘടകങ്ങൾ ഈ തോൽവിക്ക് കാരണമായി എന്നിപ്പോൾ സമ്മതിക്കുന്നുണ്ട്. സംഘടനാ ദൗർബല്യം ഉൾപ്പെടെ എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ വിശദീകരിക്കാനൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേതാക്കൾ ഉൾപ്പെടെ ഗൃഹസന്ദർശനത്തിലൊക്കെ ഏർപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ പ്ലാനിനെ കുറിച്ച് തന്നെയാണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. ദാവൂദ് സർ, ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ കൂടുതൽ നീക്കത്തിലേക്കും ഈ ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ എങ്ങനെയാണ് നിയമസഭ പിടിക്കാൻ വേണ്ടി കഴിയുമോ LDFന്? ഇനി ഈ പ്ലാൻ വർക്കാവുമോ? അല്ല, വർക്കാവുമെന്ന് വെച്ചാൽ വർക്കാക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് ഗോവിന്ദ മാഷ് പറയാത്ത ഒരേ ഒരു വാർത്താ സമ്മേളനമായിരിക്കും. പക്ഷേ എന്നാലും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതർവൈസ് കുറച്ചും കൂടെ യാഥാർത്ഥ്യബോധത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോഴും അംഗീകരിക്കുക, തോറ്റിട്ടുണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. അടിത്തറ ഭദ്രമാണ്. അടിത്തറ ഭദ്രമാണ്. പിന്നെ പക്ഷെ തോറ്റിട്ടുണ്ട്. പിന്നെ അംഗീകരിക്കാത്തൊരു കാര്യം, സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അത് ഒരു നിലക്കും സമ്മതിച്ചിട്ടില്ല. അത് സമ്മതിക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഈ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്യാത്തൊന്നുമില്ല. അതിപ്പോൾ പറയാനുള്ള ത്രാണി ഗോവിന്ദ മാഷ്ക്കില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ ഒരു വിരുദ്ധ വികാരം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് സർക്കാർ വിരുദ്ധ വികാരമാണെന്ന് ചിലപ്പോൾ അമൃതക്കൊക്കെ തോന്നുന്നതായിരിക്കും. അത് വേറെന്തോ വികാരമാണ്. പക്ഷെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാകാൻ വഴിയില്ല, അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. ഒരു സ്റ്റെപ്പ് അഹെഡ് എന്ന് പറയാവുന്നത് പിന്നെ ശബരിമല കേസിൽ ഇതുവരെ പറഞ്ഞത് അത് ബാധിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചിട്ടില്ല എന്നാണ്. ഇന്ന് അദ്ദേഹം പറയുന്നത് അതേക്കുറിച്ച് UDF വ്യാപകമായ കള്ളപ്രചാരണം നടത്തി. അത് പിന്നെ കള്ളപ്രചാരണം നടത്തിയത് ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ അപ്പോഴും ശബരിമല ബാധിച്ചു എന്ന് നേരെ പറയുന്നില്ലെങ്കിലും അതിലൊന്ന് ഡൈല്യൂട്ട് ആയിട്ടുണ്ട്. ഒരു നിലക്കും ബാധിച്ചില്ല. ഇതുവരെയുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ വിരുദ്ധ വികാരമില്ല, ശബരിമല ബാധിച്ചിട്ടില്ല, വെള്ളാപ്പള്ളി പ്രശ്നം ഇമ്പാക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ ജനങ്ങൾ നമ്മൾ തോൽപ്പിച്ചത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ തോറ്റതായിട്ട് അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഉള്ള ഒരു ഇത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ശബരിമലയെക്കുറിച്ച് നന്ന ചുരുങ്ങിയ മറ്റവന്മാർ കള്ളപ്രചാരണം നടത്തി, അത് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളൊരു സംഗതിയുണ്ട്. വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. അത് ഒരു നിലക്കും ബാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഞാൻ കാണുന്നത് ഫ്യൂച്ചർ കോഴ്സായിട്ട് അവർ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ, LDF ജാഥ നടത്താൻ പോവാണ്. LDF ആണ് നടത്തുന്നത്, CPM ഒറ്റയ്ക്കല്ല. പിന്നെ ഈ തൊഴിലുറപ്പ് ഇതുമായി ബന്ധപ്പെട്ട അസംബ്ലീസ് വിളിക്കാൻ പോവാണ്. പ്രാദേശിക തലങ്ങളിൽ നടത്താൻ പോകുന്നു. ലോക് ഭവൻ്റെ മുമ്പിൽ പ്രതിഷേധ പരിപാടി നടത്താൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ മാസീവായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുക. പാർട്ടിയല്ല, മുന്നണിയുടെ യന്ത്രം മൊത്തത്തിൽ സമ്പൂർണ്ണമായി ചലിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടി യന്ത്രമാകെയും മുന്നണി സംവിധാനങ്ങളാകെയും തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഈ ഇലക്ഷൻ റിസൾട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ടുള്ള നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് പറഞ്ഞിരുന്നു. കേരളത്തിൽ കുറച്ച് കാലമായിട്ടുള്ളൊരു പ്രധാന പ്രശ്നം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം, ഈ മാസ് മൊബിലൈസേഷൻ എന്ന് പറയുന്നൊരു സംഗതി നടക്കുന്നേ ഇല്ല. ഇടതുപക്ഷത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം CPMൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന ഈ മൊബിലൈസേഷനാണ്. പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ, മാസ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ അങ്ങനെ നടത്താവുന്ന, CPM ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ നടത്താവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. SIRമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സംസ്ഥാന ഭരണകൂടങ്ങളെ സ്തംഭിപ്പിക്കുന്ന കേന്ദ്ര സമീപനം, ഗവർണറെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ വലിയ തോതിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടക്കണം. കാരണം CPMനാണ് അത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുക എന്ന് ആ ഒരു സംഗതി. തങ്ങൾ പറയാൻ വിചാരിക്കുന്ന രാഷ്ട്രീയം നല്ല കൃത്യതയോടെ വിപുലമായ സ്വഭാവത്തിൽ ജനങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നൊരു പാർട്ടിയാണ്. അപ്പോൾ CPMും ഇടതുപക്ഷവും എങ്ങനെയാണ് നിലനിൽക്കുകയും വിജയിക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തരം മൊബിലൈസേഷനിലൂടെയാണ്. ജനങ്ങളെ സംഘടിപ്പിക്കുക, നിരന്തരം എൻഗേജ് ചെയ്യുക, രാഷ്ട്രീയമായി എൻഗേജ് ചെയ്യിപ്പിക്കുക. ആ പണി കുറേ കാലമായി നടക്കുന്നുണ്ടായിരുന്നില്ല. അതിന് പകരം ഇവർ കുറച്ച് കാലമായി സ്വീകരിക്കുന്ന തന്ത്രം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ അമിത്ഷായൊക്കെ ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന വൃത്തികെട്ട സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ, അത് കേരളത്തിൽ നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിച്ചത്. അത് അങ്ങേയറ്റം വികൃതമായ സ്വഭാവത്തിൽ, അങ്ങേയറ്റം വഷളായ സ്വഭാവത്തിൽ, സാമൂഹിക വിഭജനം സൃഷ്ടിക്കുന്ന സ്വഭാവത്തിൽ, മുസ്ലിം വിരുദ്ധത പടർത്തുന്ന സ്വഭാവത്തിൽ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന വഷളം പരിപാടി നടത്തി എന്നുള്ളതാണ് CPM തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പാലക്കാട്, നിലമ്പൂർ തൊട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ CPM പാളുന്ന അവിടെയാണ്. CPM അതിലൂടെ സംഭവിക്കുന്നത് CPM ഇലക്ട്രൽ സെറ്റ് ബാക്ക് ഉണ്ടാകുന്നത് മാത്രമല്ല, ആ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ കോറായി നിൽക്കുന്ന ആശയങ്ങളുണ്ടല്ലോ, ആ പാർട്ടിയെ നിലനിർത്തുന്ന അതിൻ്റെ പശയുണ്ട്. അതെങ്ങനെയാണ് ആ ഒരു സംവിധാനം നിലനിന്ന് പോകുന്നതെന്നൊരു അടിസ്ഥാന ഘടകമുണ്ട്. അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഈ പറയുന്ന വഷളൻ പരിപാടികൾ, ഈ സാമൂഹിക വിഭജനം സൃഷ്ടിക്കുന്ന വർഗീയ സ്വഭാവത്തിലുള്ള പ്രസ്താവനകളും എഞ്ചിനീയറിങ്ങുകളുമായിട്ട് പോകുന്നതിന് പകരം ജനങ്ങളെ സംഘടിപ്പിക്കുകയും തെരുവിലേക്ക് ഇറങ്ങുകയും മാസ് മൊബിലൈസേഷൻ നടത്തുകയും ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ മാറുകയാണെങ്കിൽ, അങ്ങനെ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ മൊത്തത്തിലുള്ള സംസാരം തോന്നുന്നത്. അത് ഗുണം ചെയ്യും. അത് നിശ്ചയമായിട്ടും തെരഞ്ഞെടുപ്പിൽ അവർക്ക് എനർജി നൽകും. അവരുടെ സംഘാടനം, പ്രവർത്തകരുടെ, കാഡർമാരുടെ, ഘടകകക്ഷികളുടെ അതിൻ്റെയൊക്കെ താഴെത്തട്ടുള്ള സംഘാടനത്തിന് ഉപകരിക്കും. അങ്ങനെ വളരെ ആരോഗ്യകരമായിട്ടുള്ള, വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കട്ടെ, രാഷ്ട്രീയമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കട്ടെ. അതിന് ഗോവിന്ദ മാഷ് വേദിയൊരുക്കുകയാണെങ്കിൽ വളരെ നല്ലതെന്നാണ് പറയുന്നത്. രാവനെന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് സമ്മതിക്കാൻ പാർട്ടിക്ക് പ്രശ്നമുണ്ടാവും. ഇനിയിപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കമ്മിറ്റി വിശകലനം ചെയ്ത് വിലയിരുത്തി എന്ന് തന്നെ വന്നാൽ തന്നെയും പൊതുമധ്യത്തിൽ വന്ന് ഭരണത്തിനെതിരായി ജനങ്ങൾക്ക് വികാരമുണ്ട് എന്ന് സമ്മതിക്കുക എന്ന് വെച്ചാൽ പിന്നെ മുന്നോട്ട് ചലിക്കാൻ പറ്റാതെ വരും. സോ അതുകൊണ്ട് പാർട്ടി അതങ്ങനെ സമ്മതിക്കത്തില്ല. മറിച്ച് ജാഗ്രതക്കുറവുണ്ടായി എന്ന വാക്കാണ് പാർട്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചില വീഴ്ചകളുണ്ടായെന്ന്. ഇപ്പോൾ ജാഗ്രതക്കുറവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന് പറയാം, അല്ലെങ്കിൽ 2 പഞ്ചായത്തുകളിൽ ജാഗ്രതക്കുറവുണ്ടായി. എല്ലാ പഞ്ചായത്തുകളിലുമായും എല്ലാ വാർഡുകളിലുമായും ജാഗ്രതക്കുറവുണ്ടോ? ഇല്ല. അപ്പോൾ ജാഗ്രതക്കുറവുണ്ടായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. സംസ്ഥാന തലത്തിലുണ്ടായിട്ടുള്ള ജാഗ്രതക്കുറവായിരിക്കണം. അല്ലാതെ എല്ലായിടത്തും, എല്ലാ വാർഡുകളിലും, എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും, എല്ലാ ജില്ലാ പഞ്ചായത്തിലും ജാഗ്രതക്കുറവുണ്ടാവും? ഇല്ലല്ലോ. അപ്പോൾ ജാഗ്രതക്കുറവുണ്ടായത് ആർക്കാണ്? പാർട്ടിക്കാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ സർക്കാരിനാണ്. അപ്പോൾ ഒരു വഴിക്ക് അല്ലെങ്കിൽ മറുവഴിക്ക് പാർട്ടി സമ്മതിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് പാർട്ടി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. CPIM സംബന്ധിച്ചും അതിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യന്മാരെ സംബന്ധിച്ചും. പക്ഷേ എനിക്ക് അതിനകത്തുള്ള അത്ഭുതം, ഇപ്പോൾ 16 മുതൽ 22 വരെ മറ്റോ വീടുകൾ സന്ദർശിക്കാൻ പോകുന്നു, ഭവന സന്ദർശനം. എന്താണ് സർക്കാരിനെക്കുറിച്ചും പാർട്ടിയെക്കുറിച്ചുമുള്ള ഫീഡ്ബാക്ക് എന്നറിയാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ കണക്ഷൻസ് ഉള്ള, അല്ലെങ്കിൽ ടച്ചുള്ള പാർട്ടിയാണ് CPM. ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മൂഡ് എന്താണ്, പ്രാദേശിക തലത്തിലെ മനുഷ്യന്മാരുടെ വികാരവും നീഡ്സും എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാർട്ടി. ആ പാർട്ടി ഇത്തരമൊരു കനത്ത പരാജയം, ആവർത്തിച്ചുള്ള പരാജയങ്ങളാണ്. ലോക്സഭയിലെ വലിയ പരാജയം, അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെ വലിയ ഭൂരിപക്ഷത്തിലുള്ള തോൽവികൾ, അതിനുശേഷം നടന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായ വലിയ പരാജയം. അതിനുശേഷം ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ വീടുകൾ സന്ദർശിക്കേണ്ട കാര്യം സത്യത്തിൽ CPM ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. അത് വേണ്ട പാർട്ടിയുണ്ട്. ഇപ്പം കോൺഗ്രസിനൊക്കെയാണ് അത് വേണ്ടി വരും. കാരണം ജനങ്ങളുമായിട്ട് അതിന് ആ നിലയ്ക്കുള്ള അടിസ്ഥാന ജൈവിക ബന്ധം പലയിടത്തും കുറവാണ്. CPM അങ്ങനല്ല. CPM നോക്കൂ, CPMൻ്റെ എന്ന് വെച്ചാൽ പണ്ടൊക്കെ CPM ഒരു മണ്ഡലത്തിലൊരു വോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കും, എത്ര ഭൂരിപക്ഷത്തിൽ നമ്മൾ തോക്കുമെന്ന് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് കണക്ക് കൂട്ടാൻ കഴിയുന്ന ഏക പാർട്ടി CPM ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനല്ല. CPM കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പലതിൻ്റെയും പേരെഴുതി വെച്ചു, അവിടെ എല്ലാം അടപടലം തോറ്റു. അപ്പോൾ ഈ കണക്കുകൾ ഉണ്ടാക്കുന്നതിൽ മുതൽ ജനങ്ങളുമായി ബന്ധമുണ്ടാക്കുക, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക, അവരുടെ വികാരം മനസ്സിലാക്കുക, സമൂഹത്തിലെ ഓരോ സെക്ട് മനുഷ്യന്മാർക്കും വേണ്ടതെന്താണ്, അവരിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, അവർക്ക് നമ്മൾ കൊടുക്കാത്തത് എന്താണ്, അവരോട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇത് മനസ്സിലാക്കിയിട്ട് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക, നയങ്ങൾ മാറ്റിപ്പണിയുക എന്നതിൽ CPM പരാജയം സംഭവിക്കുന്നു. എന്നിട്ട് CPM ഇപ്പോൾ വീടുകൾ കയറി ഇറങ്ങി പരിശോധിക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ചോദിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ആ പാർട്ടി സംഘടനാ സംവിധാനത്തിൻ്റെ ബന്ധം നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ തുടർച്ചയായ ഭരണം പാർട്ടിയുടെ സംവിധാനങ്ങളെ ആകമാനം ജനബന്ധത്തിൽ നിന്ന് മാറ്റിപ്പണിയുന്നു. സന്ദേശം സിനിമയിൽ പാർട്ടി പരാജയപ്പെട്ടതിന് ശേഷമുള്ള മീറ്റിങ്ങിൽ ആളെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല, നമ്മുടെ പാർട്ടിക്ക് ജനങ്ങളുമായി ബന്ധമില്ല. പണ്ടൊക്കെ മരിച്ച സ്ഥലത്ത് വീട് വയ്ക്കാൻ, അല്ല കുഴി വെട്ടി കൊടുക്കാൻ നമ്മൾ പോകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോകുന്നില്ല എന്നുള്ളതല്ല.
പക്ഷെ ജനങ്ങളുടെ ഫീൽ, ഓരോ സെക്റ്റിൻ്റെയും ഫീൽ മനസ്സിലാക്കുന്നതിനുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതിന് ഈ വീടുകൾ കയറി ഗൃഹസന്ദർശനത്തിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് പാളി എന്ന കാര്യം CPM സമ്മതിക്കുന്നുണ്ട്. അവർ CPM മനസ്സിലാക്കി, അതിനവർ പരിഹാര മാർഗ്ഗങ്ങൾ ആലോചിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ പോലും ഞങ്ങൾ ഒരു ആൻറ്റി ഗവൺമെൻറ് പൊസിഷനകത്ത് ചെറിയ ഒലച്ചിൽ ഞങ്ങൾക്ക് വന്നോന്ന് സംശയം ജനത്തിനുണ്ട് എന്നവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് മൈനോറിറ്റി സെക്ടറിലെ വോട്ടുകൾ കംപ്ലീറ്റായി പോകാനുള്ള കാരണങ്ങളിലൊന്ന് ഇടതുപക്ഷം എന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ പൊസിഷനിങ്ങിൽ എന്തോ പ്രശ്നമുള്ളതായിട്ട് ജനത്തിന് തോന്നുന്നുണ്ട്. അത് ഈ വലിയ തിരിച്ചടിയെ ഉണ്ടാക്കി. കാരണം ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവേണ്ടതല്ലല്ലോ. അപ്പോൾ അത് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് അവരൊരു വഴികൾ കാണുകയാണ്. കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ഓപ്പൺ ഫൈറ്റ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില സമരമാർഗ്ഗങ്ങളിലേക്ക് പോകാൻ അവരിപ്പോൾ തീരുമാനിക്കുന്നതിന് പിന്നിലുള്ള കാരണം അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ് പോലുള്ള കാര്യങ്ങൾ കൂടുതലായി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്കത് മടുക്കുമെന്നും അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുമെന്നും അവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവണം. സോ അതിൻ്റെ ഒരു വിത്ഡ്രോവൽ സെൻറ്റർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പതിയെ അത് കുറയ്ക്കുന്നതാണ് എൻ്റെ ഒരു ധാരണ. എനിക്കറിയില്ല അതിനെ കൂട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങൾ എടുത്താൽ അതിൽ ഈ പറയുന്നതിൻ്റെ എണ്ണമോ ചിലപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയോ ചിലപ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കുകയോ ചെയ്യുന്നത് കാണാം. കാരണം ഇപ്പോൾ വേണ്ട അതല്ല. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ സംസാരിക്കണം. അടിസ്ഥാനപരമായി കേരളത്തിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അവിടെ നോർത്ത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നാൽ മാളിപ്പോകുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കാത്തിരിക്കുന്നത് ഇനി ഈ മാസങ്ങളിൽ, നേരത്തെ അമൃത ചോദിച്ചു ഈ ചുരുങ്ങിയ ഒരു ഷോർട്ട് നോട്ടീസിൽ ഇതെല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ CPMന് കുറച്ചുകൂടി എളുപ്പമാണ്. അത്രയും വലിയ സംഘടന CPMനുണ്ട്. CPMന് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേഗത്തിൽ പ്രവർത്തിക്കുന്ന മെക്കാനിസം ഉണ്ട്. അതൊക്കെ CPMന് കുറച്ചൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ കുറച്ച് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഇപ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം മൈനോറിറ്റി അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാനാണോ CPM ശ്രമിക്കുക? അതിനെത്ര കഴിയുമെന്ന് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്ത, MR അജിത് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ ലോ ആൻഡ് ഓർഡറിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നതാണ്. മിക്കവാറും തിരികെ കൊണ്ടുവന്നേക്കുമെന്ന് കേൾക്കുന്നു. ഉറപ്പില്ല. അങ്ങനെ ഒരു നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത പ്രകാരം ഇലക്ഷന് മുമ്പായിട്ട് MR അജിത് കുമാറെ കൊണ്ടുവരണം. MR അജിത് കുമാർ ആരാണ്? MR അജിത് കുമാർ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ അലിഗേഷൻസ് ഉയർന്നു കേട്ടത്. പൂരം കലക്കി എന്ന് പറയുന്ന സംഗതി ഉണ്ടായതും ഈ സർക്കാർ സംഘപരിവാറിന് വേണ്ടി ചില പണികൾ എടുത്തു കൊടുക്കുകയാണെന്ന സംശയം ബലപ്പെട്ട് ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. ആ സംശയം ദൂരീകരിക്കാൻ സർക്കാരിനോ CPMനോ പറ്റിയിട്ടില്ല. നമ്മൾ ഓർക്കണം. അതിൻ്റെ 3 ടയർ അന്വേഷണ റിപ്പോർട്ടൊക്കെ അവിടെ പോയി ആർക്കും അറിയില്ല. അവിടെ നിൽക്കുകയാണ്. ആ സംശയത്തിന് കാരണക്കാരനായിട്ടുള്ള വലിയ വിഭാഗം ജനങ്ങളെ CPMൽ നിൻ്റെ വിശ്വാസം അകറ്റിക്കളഞ്ഞ മനുഷ്യനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അവർ ഈ പ്രശ്നം ഫിക്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ എടുക്കാൻ CPM അഡീഷണലായി എന്ത് പണിയെടുക്കുന്നു എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന സമീപനങ്ങളകത്ത് ഒരു ഷാർപ്നെസ് ഇഷ്യൂ, ഇപ്പോൾ PM ശ്രീയൊക്കെ നമ്മൾ കണ്ടാണല്ലോ, ആ ഇഷ്യൂ പരിഹരിക്കാൻ ഫിക്സ് ചെയ്യാൻ അവർക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ കഴിയും അത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. അപ്പോൾ അത്ര സില്ലി അല്ല. കാരണം ഒരു 10 വർഷക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡാമേജാണ് പോലീസിലടക്കം. അത് പരിഹരിക്കാൻ അവർക്ക് കുറച്ചുകൂടി സമയമെടുത്തേക്കും. പക്ഷേ അതിനകത്ത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. എന്താണ് ഇഷ്യൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഇനിയും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നത് ഏതൊക്കെ വഴിക്കാണ് എന്ന് നോക്കണം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ CPMകാർ തന്നെ പാർട്ടി ഉപദേശിക്കുന്ന കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ മൊത്തം CPMന് ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു. നെഗറ്റീവ് സെറ്റ് ചെയ്യാൻ CPMന് കഴിയുമായിരുന്നു. CPM ആയിരുന്നു എപ്പോഴും അതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായി ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അവരല്ല. മറിച്ച് CPMനെ അടിക്കാൻ തീരുമാനിച്ച് അപ്പുറത്തുനിന്നുള്ള ആൾക്കാർ ഇറങ്ങിയാൽ CPM ആദ്യമേ പരാജയം സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ശബരിമല ഇഷ്യൂസിലൊന്നും ഒരു നിലയ്ക്കുമുള്ള പ്രതിരോധം തീർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സമ്പൂർണ്ണമായും തോറ്റുപോയല്ലോ. അങ്ങനെ പല കാര്യങ്ങളിലും അവരുടെ ഒരു ഡോമിനൻസ് നഷ്ടപ്പെടുന്ന പ്രശ്നമുണ്ട്. അവരിപ്പോഴും നവമാധ്യമ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ ചെറിയ പഴയ മോഡൽ സംവിധാനം ഉണ്ടാക്കി പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്നൊക്കെ CPMന് കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ഇപ്പോഴും കോർ ഇഷ്യൂസ് കിടക്കുകയാണ്. നിങ്ങൾ അജിത് കുമാറിനെ തിരികെ കൊണ്ടുവന്നിട്ട് ശബരിമല കേസിൽ ജയിലിൽ കിടക്കുന്ന പത്മകുമാറിനെ പുറത്താക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് ഇപ്പോഴും നിങ്ങൾ വാശി പിടിച്ച് നിലപാട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബരിമല ഒരു മേജർ റീസണാണ്. ആ റീസൺ മറികടക്കണമെങ്കിൽ അവിടെ എടുക്കേണ്ട പണി ധൈര്യമായി എടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിൽ CPM ചെയ്യുമോ എന്നാണ് ഞാൻ ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് CPMന് മനസ്സിലായി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഏതായാലും കണ്ടറിയണം ഈ മേക്കപ്പ് പ്ലാനൊക്കെ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം.